അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 155. പൊന്നുവിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടപ്പു. അപ്പോഴാണ് അവന്റെ കോലം അവൾ ശ്രദ്ധിക്കുന്നത്. ഷർട്ട് ഇട്ടിട്ടില്ല, ഒരു 3/4 മാത്രമാണ് അവന്റെ വേഷം. അവളുടെ ഇരു കൈകളും അവന്റെ നഗ്നമായ നെഞ്ചിൽ അമർന്നിരിക്കുകയാണ്. പൊന്നു പെട്ടെന്ന് അവളുടെ കൈകൾ പുറകിലേക്ക് വലിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകൾ തന്നോടെന്തോ പറയുന്നത് പോലെ. തന്റെ നെഞ്ചിടിപ്പ് അവൻ കേൾക്കുന്നുണ്ടോന്നോർത്ത് അവൾക്ക് വെപ്രാളം തോന്നി. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കിയവൾ. പക്ഷെ അപ്പോഴും ആ കണ്ണുകളുടെ പിടച്ചിൽ നിന്നിരുന്നില്ല. എന്തുപറ്റി ചൈതന്യ, താൻ വല്ലാതെ വേർക്കുന്നല്ലോ. പൊന്നുവിന്റെ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പൊന്നു പെട്ടെന്ന് അവളുടെ മുഖം അമർത്തി തുടച്ചു. ഞാനെന്തിനു വേർക്കണം? പിന്നെ അവള് വിക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പൊന്നു ആകെ ചൂളിപ്പോയി. എന്താ, നിനക്ക് എന്നു മുതലാ വിക്ക് തുടങ്ങിയേ? അപ്പുവിന്റെ ചുണ്ടു കൂർത്തു. പൊന്നു അവനെ നോക്കി പെട്ടെന്ന് അവനീന്ന് മുഖം തിരിച്ചു. പതിയെ കണ്ണുകൾ അടച്ചു. പൊന്നു, നിനക്കിത് എന്താ പറ്റിയേ? എന്തിനീ പതർച്ച? ആദ്യമായിട്ടല്ലല്ലോ ഈ റൂമിൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചിങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ? പൊന്നുവിന്റെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു. മുന്നിൽ അപ്പേട്ടനായതുകൊണ്ടാ ഞാനിങ്ങനെ. അത് അവൾക്കറിയാ. പക്ഷെ പാടില്ല ഈ പതർച്ച. അപ്പേട്ടന്റെ മുന്നിൽ നീ തോറ്റുപോവും. അതുകൊണ്ട് കൂളായിട്ട് നിൽക്ക്. അവൾ സ്വയം അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഹലോ, എന്താ കണ്ണടച്ച് നിൽക്കുന്നേ? നിനക്ക് നാവില്ലേ? അപ്പു അവൾക്ക് നേരെ വിരലിഞ്ഞൊടിച്ചു. പൊന്നു കണ്ണുകൾ വെട്ടിത്തുറന്ന് അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് വിക്കൊന്നുമില്ല. താനെന്തിനെന്നെ ഇങ്ങോട്ട് വലിച്ചേറ്റിയേ? ദേ വേണ്ടാട്ടോ, ഞാൻ അഗ്നിയോടോട് പറഞ്ഞു കൊടുക്കും. അനിയന്റെ സ്വഭാവം എല്ലാരും അറിയും. അവള് പുച്ഛത്തോടെ പറഞ്ഞു. എന്റെ എന്ത് സ്വഭാവം? ഇത് എന്റെ റൂം. നീ ഇങ്ങോട്ട് കയറി വന്നതാന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞാലോ? അപ്പു കണ്ണിറുക്കി. പൊന്നുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. പിന്നെ ഇയാള് പറയുമ്പോഴേക്കും എല്ലാരും അതങ്ങോട്ട് വിശ്വസിക്കുകയല്ലേ? ഞാൻ ജ്വാലയെ വിളിക്കാൻ വേണ്ടി വന്നതാ മുകളിലേക്ക്. എന്നെ അപ്പേട്ടൻ ബലായിട്ട് റൂമിലേക്ക് വലിച്ചിട്ടതല്ലേ? അവളുടെ മൂക്കിൻ തുമ്പ് പോലും ദേഷ്യത്താൽ ചുവന്നുപോയി. അപ്പു കുസൃതി ഒളിപ്പിച്ച കണ്ണുകളാൽ അവളെ നോക്കി. ആ, ഞാൻ ബലായിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെയാ. അതിനിപ്പോ എന്ത് വേണം? നീ അത് ആരോടെങ്കിലും പറയോ? അവൻ അവൾക്ക് ഇരുവശവും കൈകൾ വെച്ചു. പൊന്നു വിറയ്ക്കാൻ തുടങ്ങി. അപ്പേട്ടാ, മാറിക്കേ. എന്തേ കാണിക്കണേ? ഞാൻ ഒച്ച വെക്കും, എല്ലാരും അറിയും. അവള് പറഞ്ഞതും അപ്പൂന്ന് ചിരിച്ചു. ആണോ? നീ ഒച്ച വെക്കുവോ? എന്നാ വെക്ക്. അവനിൽ ഗൗരവം. പൊന്നു അവനെ സംശയത്തോടെ നോക്കി. ആ, ഒച്ച വെക്കടി, എല്ലാരും വരട്ടെ ഇങ്ങോട്ട്. അവന് കൂസലൊന്നുമില്ല. ഞാൻ കൂവും, അപ്പേട്ട നാണം കിടും. അവള് താക്കീതോടെ പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കൂവ്. അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു വന്നു. ഇപ്പോൾ അവനും അവളും തമ്മിൽ ഒരു നിശ്വാസത്തിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. പൊന്നുവിന്റെ തൊണ്ട വരണ്ടുപോയി. അപ്പു അവളുടെ ഭാവങ്ങളെല്ലാം ആസ്വദിക്കുകയായിരുന്നു. വേണ്ടപ്പേട്ട, മാറി നിൽക്ക്. ഞാൻ കൂവും. അവള് വീണ്ടും പറഞ്ഞു. കൂവു ചൈതന്യ. അവൻ അവളുടെ ചെവിയിൽ പതിയെ ഊതി. എന്റെ കണ്ണ, ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തുവും. ഈ മനുഷ്യനോടൊന്ന് മാറി നിൽക്കാൻ പറയോ? പൊന്നുവിന്റെ മൈൻഡ് വോയിസ് യാചന. അപ്പുവിന്റെ നോട്ടം അവളുടെ കണ്ണുകളിലും മൂക്കിലും കവിളിലും ഒടുവിൽ അവളുടെ വിടർന്ന ചെറിയ ചുണ്ടുകളിലും ചെന്നെത്തി നിന്നു. അടുത്ത നിമിഷം അപ്പുവിന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ പുറകിലേക്ക് തള്ളിയവൾ. പ്രതീക്ഷിക്കാതെയുള്ള തള്ളലിൽ ബാലൻസ് കിട്ടാതെ അപ്പു പുറകിലേക്ക് വേച്ചുപോയി. ആ സമയം കൊണ്ട് പൊന്നു പെട്ടെന്ന് ഡോറിനടുത്തേക്ക് ഓടി. എന്നാൽ അവൾ ഡോർ ഹാൻഡിൽ കൈവയ്ക്കും മുന്നേ അപ്പു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടവളെ അങ്ങനെ തന്നെ എടുത്തുയർത്തി വീണ്ടും ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ കൈകൾ അപ്പോഴും അവളുടെ ഇടുപ്പിലായിരുന്നു. അപ്പേട്ട, വിറയലോടെ പൊന്നു വിളിച്ചു. അവന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. കണ്ണുകളിൽ പോലും ചുവപ്പ് പടർന്നതുപോലെ. അപ്പു അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം അറിയാതെ പൊന്നു ആകെ ഉഴറി. അപ്പേട്ട, അവള് വീണ്ടും വിളിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചൈതന്യ, അന്ന് റൂമിൽ വെച്ച് നീ കണ്ട കാര്യവും നമുക്കിടയിൽ അന്ന് നടന്ന കാര്യവും ആരോടും പറയരുതെന്ന്. അവൻ ചോദിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ. അതിന് ഞാനാരോടും? പൊന്നു എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുന്നേ അപ്പു അവളുടെ ഇടുപ്പിന്ന് കൈയെടുത്ത് വേണ്ട എന്ന് കൈകൊണ്ട് കാണിച്ചു. നീ പറഞ്ഞില്ല ചൈതന്യ, അത് സത്യ. പക്ഷെ ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഒരിക്കൽ കൂടി നീ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാ, അതായത് എന്നെ കളിയാക്കിയ. അവൻ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി. കളിയാക്കിയ? പൊന്നു ഉമിനീർ വിഴുങ്ങി. നീ തന്നെ ആലോചിച്ചു നോക്ക്. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി. അവൻ പറഞ്ഞതും പൊന്നു ആലോചിച്ചു നോക്കി. ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. അവള് തലേ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഓർത്തു നോക്കി. പെട്ടെന്നെന്തോ ഓർമ്മയിൽ തെളിഞ്ഞു. പൊന്നു ആലോചിച്ചു നോക്കി. ഇനി ഇങ്ങനെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ നീ വിളിച്ചു പറഞ്ഞ പൊന്നൂട്ടിന് അന്ന് കണ്ടതുപോലെ അപ്പേട്ടന് ഇനിയും കാണൂട്ടോ. അത് പക്ഷേ അറിയാതാവില്ല. അറിഞ്ഞുകൊണ്ട് നിനക്ക് മുന്നിൽ വന്ന് ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുക മാത്രമല്ല, നിന്നെ ചിലപ്പോൾ വേറെ വല്ലതും ചെയ്തു എന്നിരിക്കും.
അപ്പു പറഞ്ഞ വാക്കുകൾ പൊന്നു ഞെട്ടലോട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഓർമ്മ കിട്ടിയോ? അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? നീ വീണ്ടും ഇതൊക്കെ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറഞ്ഞത് നിനക്കെന്നെ വീണ്ടും അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ? അപ്പൊ ആ ആഗ്രഹം അതങ്ങോട്ട് സാധിച്ചു തരാല്ലേ? അപ്പു കുറുമ്പോടെ ചോദിച്ചു. പൊന്നു ഞെട്ടി. അയ്യോ വേണ്ട. അവള് കണ്ണുമിഴിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്റെ പൊന്നൂട്ടിന് ഇതെല്ലാം കാണാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കണ്ടിട്ടിനി പോയാ മതി. അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ട് ചിരി കടിച്ചു പിടിച്ച് തികഞ്ഞ ഗൗരവത്തോടെ അപ്പുവിന്റെ കൈകൾ വീണ്ടും അവന്റെ ത്രീ ഫോർത്തിലേക്ക് നീങ്ങിയതും പെട്ടെന്നുള്ള തോന്നലിൽ പൊന്നു അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പു ഞെട്ടി. പക്ഷെ പെണ്ണു നിന്ന് വിറയ്ക്കുകയാണ്. ആദ്യത്തെ ഞെട്ടല് മാറിയതും അവന് ചിരി വന്നു പോയി. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ഇരു കൈകളും കൊണ്ട് പൊന്നുനെ തിരികെ പുണർന്നു പ്രണയത്തോടെ. മുഖം അവളുടെ മുടിക്കുള്ളിൽ പതിയെ അമർത്തി വെച്ചവൻ. വേണ്ട വേണ്ട പേട്ട, എനിക്ക് പേടിയാ. ഇനി ഞാൻ ഒരിക്കലും ഒരിക്കലും കളിയാക്കില്ല. അഴിക്കല്ലേ. വിക്കി വിറച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവന്റെ ചുണ്ടിലെ ചിരിക്ക് പ്രണയത്തിന്റെ തിളക്കം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ പൊന്നൂട്ടാ? എന്നെ നീ ഇങ്ങനെ കളിയാക്കിയത് ഇത് കാണാൻ വേണ്ടിയല്ലേ? ഞാൻ വെറുതെ തമാശയ്ക്ക്. അവള് പറഞ്ഞു. ആഹാ, പൊന്നൂട്ടൻ തമാശയ്ക്കായിരുന്നോ? പക്ഷെ ആ തമാശ അപ്പേട്ടന് അത്രയ്ക്ക് ഇഷ്ടായിട്ടില്ലല്ലോ. എത്രയാന്ന് വെച്ചാ ക്ഷമിക്കുക ഞാൻ. അവൻ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇനി ഇനി ഞാൻ പറയില്ല. അവള് പതിയെ പറഞ്ഞു. അത് വെറുതെ, നീ ഇനിയും പറയും. അതുകൊണ്ട് നമുക്ക് അന്നത്തെ പോലെ ഒരിക്കൽ കൂടി കാണാന്നേ. ഇടയ്ക്കൊക്കെ എനിക്കും ജയിക്കണ്ടേ? അപ്പു പറഞ്ഞു. അപ്പോഴാണ് അവളുടെ വലതു കഴുത്തിന്റെ സൈഡിലായി ഒരു കുഞ്ഞു മറുക് അവൻ കാണുന്നത്. അപ്പുവിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. പെട്ടെന്ന് അവൻ താഴ്ന്നു വന്ന് അവിടെ പല്ലുകൾ ആഴ്ത്തി. പൊന്നു എരിവ് വലിച്ചുപോയി. അവൻ മുഖമുയർത്തി. ഇത് നേരത്തെ എല്ലാവർക്കും മുന്നിലും വെച്ച് നീ എന്നെ കളിയാക്കിയതിന് പകരമായിട്ട് കൂട്ടിയാൽ മതി. മനസ്സിലായോടി നാഗവല്ലി? അവള് മൂളി. ഏയ്, ഇങ്ങനെ അല്ലല്ലോ എൻ്റെ പൊന്നൂട്ടൻ. ഞാൻ ഒന്ന് പറയുമ്പോഴേക്കും എന്നോട് തിരികെ 10 പറയുന്നവളായിരുന്നില്ലേ നീ? പിന്നെ ഇപ്പൊ എന്തു പറ്റി? നിന്റെ നാക്കിനാരെങ്കിലും പൂട്ടിട്ടോ? സംസാരിക്കു പൊന്നൂട്ടാ. അപ്പു ആദ്യം അവളെ കളിയാക്കിയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. ആ ശബ്ദത്തിൽ സ്വയം മറന്നുപോയി പൊന്നു. എനിക്ക് അപ്പേട്ടന് ഒത്തിരി ഇഷ്ടാ. അവള് പറഞ്ഞു. അവന്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു. എങ്കിലും അവളെ കൂർപ്പിച്ചു നോക്കിയവൻ. നീ വെറുതെ പറയുന്നതാ, എനിക്കറിയാ. നീ ഇന്നലെ ആദ്യം എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ജ്വാലയോട് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതാന്ന്. പരിഭവമായിരുന്നു അപ്പൂന്റെ വാക്കുകളിൽ. അത് അപ്പേട്ടൻ എന്നെ കളിയാക്കിയാലോന്ന് കരുതിയിട്ടാ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഞാനത് അഗ്നിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പേട്ടൻ എന്നെ ഇഷ്ടാവുകയാണെങ്കിൽ അഗ്നിയേട്ടന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പൊന്നു അപ്പൂന്റെ നെഞ്ചിൽ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അവനെ തളർത്തുന്ന സ്വരത്തിൽ പറഞ്ഞു. ഏട്ടനോടോ? അതവന് പുതിയൊരു അറിവായിരുന്നു. അഗ്നിയേട്ടന് അറിയാ. സത്യം പറഞ്ഞാ ഞാൻ ആദ്യമായിട്ട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും അഗ്നിയേട്ടനോടാ. അവള് പറഞ്ഞു. അപ്പൂന് ഒരുപാട് സന്തോഷം തോന്നി. പൊന്നു എന്നെ പ്രണയിക്കുന്നൂന്ന്. അതും ഇത്രത്തോളം ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം മുഴുവൻ എനിക്ക് വേണ്ടിയല്ലേ? അപ്പൂവിന്റെ ഹൃദയം വല്ലാതെ തുടിച്ചുപോയി. എങ്കിലും ഇത്ര പെട്ടെന്ന് അവൾക്ക് മുന്നിൽ എങ്ങനെ തോറ്റു കൊടുക്കുക? അത്രത്തോളം എന്നിട്ട് കഷ്ടപ്പെടുത്തിയോളല്ലേ? അപ്പൂവിന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അതിനെ മറച്ചു വെച്ചവൻ അവളെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. പിന്നെ ഇഷ്ടം ഉണ്ടായിട്ടാണോ നീ എപ്പോഴും എന്നോട് ഇങ്ങനെ ചാടിക്കടിക്കുന്നേ? എന്നോട് മാത്രാണല്ലോ നിനക്ക് വഴക്ക്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞാ ഞാൻ വിശ്വസിക്കണോ? അപ്പു പുച്ഛിച്ചു. പക്ഷെ അപ്പോഴും അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പൊന്നു അവനെ ദയനീയമായി നോക്കി. ഞാൻ പറഞ്ഞതെല്ലാം സത്യാ. ആദ്യപ്പേട്ടനെ കാണുന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമായിരുന്നില്ലേ? സത്യം പറഞ്ഞ അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. എന്തിനാ എന്നോട് ദേഷ്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. പക്ഷെ അന്ന് സുരഭിയച്ചി ജ്വാലയെ കുളത്തി തള്ളിയിട്ടന്ന് അപ്പേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? അന്നെനിക്ക് മനസ്സിലായി എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം കാണിച്ചെന്ന്. ഞാനും എൻ്റെ ഏട്ടനെ പോലെയാണെന്ന് അപ്പേട്ടൻ കരുതി. അതറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിയേ. പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എന്നോട് ദേഷ്യം കാണിച്ചപ്പോൾ എൻ്റെയും പിടിവിട്ടുപോയി. കാരണം എൻ്റെ ജ്വാല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അവളെ കൊല്ലാൻ ഞാൻ. പൊന്നൂന്ന് തേങ്ങി. അപ്പു ആകെ വല്ലാതായി. പെണ്ണ് ഇത്രത്തോളം ഇമോഷണൽ ആവുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ചൈതന്യ, അവൻ വിളിച്ചു. അവളുടെ കവിളിൽ അവന്റെ കൈയമർന്നു. പൊന്നു ആ കൈകളിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചൈതന്യ. അവന്റെ സ്വരം നിർത്തു. അപ്പേട്ടനോട് വഴക്കുണ്ടാക്കിയത് ദേഷ്യവും സങ്കടവും കൊണ്ട് തന്നെയാ. അപ്പേട്ടൻ അറിയോ എൻ്റെ ജ്വാല അവിടെ നിന്ന് പോന്ന ശേഷം ഞാൻ ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടല്? ആരും അങ്ങനെ സംസാരിക്കാറില്ല എന്നോട്. എനിക്ക് അവരാരും ഇഷ്ടമല്ല. എന്നാലും വല്ലാത്ത ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുമ്പോൾ സങ്കടം തോന്നും. എത്രയൊക്കെ വേദനിച്ചാലും എൻ്റെ ജ്വാല ഇപ്പൊ എത്ര ഭാഗ്യവതിയാന്ന് ഓർക്കും ഞാൻ. അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പു അവളെ അലിവോടെ നോക്കി.
ജ്വാല എപ്പോ വിളിച്ചാലും അപ്പേട്ടനെ കുറിച്ച് എന്നോട് പറയും. അപ്പേട്ടനെ അവൾക്ക് വലിയ ഇഷ്ടാ. അപ്പോഴൊക്കെ ഞാൻ കരുതായിരുന്നു എന്നോട് ഇയാള് നല്ല രീതിക്ക് സംസാരിച്ചിരുന്നെങ്കിലെന്ന്. അന്ന് തറവാട്ടിൽ വെച്ച് അഗ്നിയേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്റെ അപ്പൂനെ ചാക്കിലാക്കിയിട്ട് അങ്ങോട്ട് വാടീന്ന്. തമാശ പോലെ പറഞ്ഞതാണെങ്കിലും ഞാൻ ഞാനെപ്പോഴോ എപ്പോഴോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു എനിക്ക്. ജ്വാല പറഞ്ഞത് കേട്ട് അവളുടെ ആരവേട്ടനെ ഞാനും സ്നേഹിച്ചിരുന്നു. പൊന്നുവിന്റെ മുഖം ചുവന്നു. അപ്പുവിന്റെ കണ്ണുകളിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം. പെട്ടെന്ന് പൊന്നുവിന്റെ മുഖം മങ്ങി. അത് കണ്ട് അപ്പു അവളെ സംശയത്തോടെ നോക്കി. എന്നെ ഇഷ്ടാണോ അപ്പേട്ടാ? എന്നെ കാണുമ്പോ അപ്പേട്ടന് എന്റെ ഏട്ടന് ഓർമ്മ വരുന്നുണ്ടാവൂലേ? ആ ദേഷ്യവും എന്നോട്. അറിയാം എനിക്കത്. പക്ഷെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ചരണ്ട അനിയത്തിക്ക് കൗസ്തുഭത്തിൽ ആരോദേവന് പ്രണയിക്കാൻ കഴിയോ? അതിനുള്ള യോഗ്യത നിങ്ങളുടെ ശത്രുവിന്റെ അനിയത്തിക്ക്? പൊന്നു വേദനയോടെ ചോദിച്ചു. അപ്പൂന് ദേഷ്യം വന്നുപോയി. പന്ന നാഗവല്ലി, ഇപ്പൊ ഇതിനിടയ്ക്ക് എന്തിനാ പറട്ട കിച്ചുവിന്റെ പേരെടുത്തിട്ട്? മനുഷ്യൻ അവള് പറയുന്നെല്ലാം കേട്ട് ഒന്ന് ലയിച്ചു വരികയായിരുന്നു. എല്ലാം നശിപ്പിച്ചു കുട്ടിപ്പിശാശ്. അപ്പു കണ്ണുരുട്ടിക്കൊണ്ട് അവളെ നോക്കി. ഇല്ല, ചരണ്ട അനിയത്തിക്ക് ആരോദേവിനെ പ്രണയിക്കാൻ ഒരു അർഹതയില്ല. മാത്രല്ല എനിക്ക് മറ്റൊരു കുട്ടിയെ ഇഷ്ടാ. അപ്പു പെട്ടെന്ന് പറഞ്ഞു. പൊന്നു ഞെട്ടലോടെ അവനെ നോക്കിക്കൊണ്ട് അവനെ അകന്നു മാറാൻ ശ്രമിച്ചു. പക്ഷെ അപ്പു അവളിലുള്ള പിടിമുറുക്കി. ഇഷ്ടോ? ആരെ? ഇടറിപ്പോയി അവളുടെ വാക്കുകൾ. അപ്പു അവളെ നോക്കി ചിരിച്ചു. നിനക്കറിയാവുന്ന ആള് തന്നെയാ. അവൻ പറഞ്ഞതും പൊന്നു അവനെ നെറ്റിച്ചുളിച്ചു നോക്കി. കൂടുതൽ ആലോചിച്ച് തല പോയിക്കണ്ട. ആളെ നിനക്കറിയാ. സൗവർണിക, അവളെയാ ഞാൻ പ്രണയിക്കുന്നേ. അപ്പു കുസൃതിയോടെ പറഞ്ഞു. പൊന്നു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന അവളുടെ മുഖത്തെ ഭാവം മാറി. അവളെ കളിപ്പിച്ചു എന്ന് കരുതി സന്തോഷിച്ചിരുന്ന അപ്പുവിന്റെ മുഖവും അതിനനുസരിച്ച് മാറി. പൊന്നുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തിട്ടുണ്ട്. കണ്ണുകൾ ഒന്നുകൂടി വലുതായതുപോലെ. അപ്പുവിന്റെ കണ്ണു തള്ളി. മുന്നിൽ യഥാർത്ഥത്തിൽ നാഗവല്ലി വന്ന് നിന്നതുപോലെ. ചൈതന്യ, അവൻ ദയനീയമായി വിളിച്ചു. പൊന്നു പെട്ടെന്ന് കാലിൽ കുത്തിയുയർന്ന് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പുവിന്റെ കണ്ണിപ്പോ കൂടുതൽ മിഴിഞ്ഞുപോയി. ദേ, എന്നെ ഇഷ്ടല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ആ സൗബിയുടെ പേര് പറഞ്ഞാലുണ്ടല്ലോ, കൊന്നു കളയും ഞാൻ നിങ്ങളെ. പൊന്നു അവനോട് ചീറി. അപ്പു പെട്ടെന്ന് അവളുടെ കൈ തട്ടിയെറിഞ്ഞു. നിനക്കെന്തടി ഭ്രാന്തോ? ഞാൻ പറഞ്ഞ സത്യ. അവനും വിട്ടുകൊടുത്തില്ല. പറ്റില്ല. അപ്പേട്ടൻ എന്റെയാ. എനിക്കറിയാം അപ്പേട്ടൻ എന്നെ ഇഷ്ടാ. അല്ലേ? പറ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അങ്ങനെയാണെങ്കിലും അവളുടെ പേര് പറയല്ലേ. അവള് കെഞ്ചി. ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. എനിക്ക് അവളെ ഇഷ്ടം. അത് മാത്രല്ല, ആ പല്ലിക്കും സോറി ആ ചക്കരയ്ക്കും എന്നെ ഇഷ്ടാണെന്നാ എൻ്റെ ഒരു നിഗമനം. നീ അവളുടെ നോട്ടം കണ്ടിട്ടുണ്ടോ? ഉഫ്, അതിൽ വീണു പോവാരും. അതിനിടയിലാ നിന്റെ ഒരു കള്ളപ്രേമം. നീ എന്നെ പറ്റിക്കുക, എനിക്കറിയാ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അപ്പേട്ടാ, സൗബിയെക്കുറിച്ച് ഇങ്ങനൊന്നും പറയണ്ട. എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ അപ്പേട്ടനെ പറ്റിച്ചിട്ടില്ല. എനിക്ക് ശരിക്കും അപ്പേട്ടനെ ഒത്തിരി ഇഷ്ടാ. അവൾ ആദ്യം ദേഷ്യത്തോടെയും അവസാനം കണ്ണു നിറച്ചുകൊണ്ടും പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല. ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ അപ്പു പറഞ്ഞു. വിശ്വസിപ്പിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വല്ല കൊക്കയിലും പോയി ചാടാൻ പറയരുത്. അങ്ങനെ എന്നെ കൊന്നിട്ട് നിങ്ങൾ അവളുടെ കൂടെ ജീവിക്കണ്ട. പൊന്നു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പുവിന് ചിരിവന്ന് പോയി. ഏയ്, അങ്ങനെ നീ പോയി കൊക്കയിലൊന്നും ചാടണ്ട. പക്ഷെ നിന്റെ പ്രണയം സത്യാണെന്ന് എനിക്ക് ബോധ്യം വരണം. അപ്പുവിന്റെ സ്വരം കനത്തു. അതിന് ഞാൻ എന്ത് വേണം? പറയ്, ഞാൻ ചെയ്യാ. നീ ചെയ്യില്ല. അവൻ അവളെ ഉറ്റുനോക്കി. ചൈതന്യക്ക് ഒരു വാക്കേ ഉള്ളൂ. എന്റെ പ്രണയം സത്യ. പക്ഷെ അപ്പേട്ടനത് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ ഞാൻ ഒരുക്കാ. വാശിയായിരുന്നു ആ സമയം അവളെ ഭരിച്ചിരുന്നത്. അപ്പുവിന്റെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. ശരി, എങ്കിൽ ഈ നിമിഷം നീ എന്നെ കിസ് ചെയ്യ്. എങ്കിൽ ഞാൻ നീ പറഞ്ഞ് വിശ്വസിക്കാം. അപ്പു ആവേശത്തോടെ പറഞ്ഞു. പൊന്നു പകപ്പോടെ അവനെ നോക്കി. ഒരിക്കലും അവൾ അങ്ങനെ ഒരു സാഹസം ചെയ്യില്ല എന്ന് അവനറിയാമായിരുന്നു. എങ്കിലും അവളായിട്ട് ഇങ്ങനെ വട്ടാക്കാനൊരു രസം. പിന്നെ തമാശ പോലെ ആണെങ്കിലും അവളോടിപ്പോ ചോദിച്ചത് സീരിയസ് ആയിട്ടാ. എന്തോ ഈ വേളയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു നിമിഷം വല്ലാതെ ആഗ്രഹിച്ചു പോന്നു. അയ്യേ അപ്പൂ, മോശം മോശം. അവന്റെ മനസ്സ് അവനെ കളിയാക്കി. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അപ്പു അവളെ തന്നീന്ന് അകത്തി മാറ്റി. പൊന്നു അവനെ തന്നെ ഉറ്റുനോക്കി. ഇറങ്ങിപ്പോടി, അവളുടെ ഒരു പ്രേമം കോപ്പ്. ഇനി മേലാലിമാതിരി ഉടായിപ്പോയിട്ട് എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ. അവൻ പുച്ഛിച്ചു. പൊന്നു അപ്പോഴും അവനെ നോക്കുക തന്നെയാണ്. ഇറങ്ങിപ്പോ ചൈതന്യ, എനിക്ക് എന്റെ സൗപർണിക മോളുണ്ട്. അവള് മതി. ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ ബെഡിനടുത്തേക്ക് നടന്നു. ബെഡിൽ നിന്ന് അവന്റെ ടീഷർട്ട് വലിച്ചെടുത്ത് നിവർന്നതും പെട്ടെന്ന് കാറ്റുപോലെ എന്തോന്ന് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നവനെ തിരിച്ചു നിർത്തി. അപ്പു മുന്നിൽ നിൽക്കുന്ന പൊന്നുവിനെ പകപ്പോടെ നോക്കുമ്പോഴേക്കും അപ്പു കൂടി ചിന്തിക്കാത്ത നിമിഷം പൊന്നു കാലിന്മേ കുത്തിയുയർന്ന് അപ്പുവിന്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. അപ്പു ഞെട്ടി. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി.
കയ്യിലുണ്ടായിരുന്ന ടീഷർട്ട് നിലത്തേക്ക് വീണു. ബാലൻസ് കിട്ടാതെ അപ്പവും പൊന്നും കൂടി നേരെ ബെഡിലേക്ക് വീണു. അപ്പോഴേക്കും പൊന്നു അപ്പുവിന്റെ ചുണ്ടുകളെ കടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പുവിന്റെ മിഴിഞ്ഞ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. അവളിൽ അവന്റെ കൈമുറുകി. പൊന്നു അവന്റെ ചുണ്ടുകളെ ചുംബിക്കുമ്പോൾ ഇരുവരും ഒരുപോലെ പരസ്പരം വല്ലാതെ ചേർത്ത് പിടിച്ചു. ആ ചുംബനം അവസാനിക്കും മുന്നേ അവൾ അവന്റെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. എരിവ് വലിച്ചവൻ അവളിൽ കൂടുതൽ പിടിമുറുക്കി. അല്പനേരത്തിന് ശേഷം പൊന്നു അപ്പുവിൽ നിന്ന് അകന്നു മാറുമ്പോൾ ഇരുവരും ഒരുപോലെ കിതച്ചു പോയിരുന്നു. ദേഹമനുഷ്യ, മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണെന്ന്. പക്ഷെ പറയില്ല, കള്ള മരപ്പട്ടി എന്ന് കരുതി എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിന്റെ പേര് ചേർത്ത് പറഞ്ഞാലുണ്ടല്ലോ, കൊന്നു കളയും ഞാൻ. അവള് പല്ല് കടിച്ചു. നിന്നോടൊക്കെ ഈശ്വരൻ ചോദിക്കോടി. പകപ്പ് മാറിയതും അവൻ മുഖം വീർപ്പിച്ചു. പൊന്നുവിന് ചിരി വന്നു. ആയിക്കോട്ടെ, ഈശ്വരനോടുള്ള മറുപടി ഞാൻ കൊടുത്തോളാട്ടോ. എന്നാലും ഈ ജന്മം നിങ്ങൾക്കൊരു തുണയുണ്ടെങ്കിൽ അത് ഈ ചൈതന്യായിരിക്കും. അവൾ ഒന്നുയർന്ന് അവന്റെ കവിളിൽ പതിയെ ചുംബിച്ചു. അവൾ അന്തം വിട്ട് നോക്കി. എന്നാണോ അപ്പേട്ടനോട് മനസ്സ് തുറക്കുന്നത്? അതുവരെ ഓർത്ത് വെക്കാനായത്. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അപ്പേട്ടൻ സൗഭി ഇഷ്ടാണെന്ന് പറയരുത്. അത് ഞാൻ ക്ഷമിച്ചൂന്ന് വരില്ല. അതും പറഞ്ഞ് അവൾ അവന്റെ ഇപ്പുറത്തെ കവിളിലും അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടിന്റെ തണുപ്പിൽ അവന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. ഐ ലവ് യു അപ്പേട്ടാ, അവള് പ്രണയത്തോടെ പറഞ്ഞു. അപ്പു കണ്ണുകൾ വെട്ടിത്തുറന്ന് സന്തോഷത്തോടെ അവളെ നോക്കി. പരസ്പരം തുറന്നു പറഞ്ഞും പറയാതെ പറഞ്ഞു അറിഞ്ഞ അവരുടെ മാത്രം പ്രണയ നിമിഷം തുടരും.